കൂടോത്ര വിവാദത്തിൽ നേതാക്കന്മാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. കൂടോത്രം സ്ഥിര വരുമാനമാക്കിയവരും കൂടോത്രം വച്ച് പാർട്ടിയെയും നേതാക്കന്മാരെയും തകർക്കാം എന്ന് വിചാരിക്കുന്നവരും പാർട്ടിക്ക് നാണക്കേടാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന യങ് ഇന്ത്യ ബൂത്ത് ലീഡേഴ്സ് മീറ്റിന്റെ കുറ്റ്യാടിയിലെ പരിപാടിയിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ പ്രതികരണം ഉണ്ടായത്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, എന്തായാലും ഈ കൂടോത്ര വിവാദം പുകയുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ടല്ലോ, എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, ഈ കൂടോത്ര വിവാദം കോൺഗ്രസിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഒന്ന്, കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് വഴക്ക് ഏത് രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്ന തരത്തിലുള്ള ചർച്ച വ്യാപകമാകുമ്പോൾ തന്നെ ഈ കൂടോത്രം പോലെയുള്ള വിഷയങ്ങളെ പെരുപ്പിച്ചു കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ എടുത്തു കാട്ടിക്കൊണ്ട് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രചാരണങ്ങളൊക്കെ പാർട്ടിക്ക് പ്രവർത്തനത്തിനും അല്ലെങ്കിൽ ആധുനിക സമൂഹത്തിന് യോജിക്കാത്ത തരത്തിലുള്ളതാണ് എന്നുള്ള ഒരു വിമർശനം നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിനകത്തൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ ആ വികാരമായിരിക്കാം അബിൻ വർക്കിയുടെ പ്രസംഗത്തിൽ കൂടെ പുറത്തു വന്നിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഈ കൂടോത്രം ചെയ്യുന്ന പണിയൊന്നും എടുക്കേണ്ടതില്ല, നേതാവാകാനോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിനോ അത്ര ഒരു റിസ്ക് എടുക്കേണ്ടതില്ല. ഈ കൂടോത്രം വെക്കണമെങ്കിൽ എന്തൊക്കെ പണികളുണ്ട്. ഇപ്പൊ കെ സുധാകരന്റെ വീട്ടിൽ കൂടോത്രം വെച്ചതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗം നടത്തിയത്. കൂടോത്രം വെക്കണമെങ്കിൽ CCTV ഇല്ലാത്ത സമയത്ത് നോക്കി കൂടോത്രം വെക്കേണ്ടതുണ്ട്, ഒരുപാട് രാത്രിയിൽ മതിൽ ചാടി കടന്നു പോകേണ്ടതുണ്ട്, KPCC അധ്യക്ഷന്റെ റൂമിലോ അല്ലെങ്കിൽ ഡൽഹിയിലുള്ള ഓഫീസിലോ ഒക്കെ കൂടോത്രം വെക്കണമെങ്കിൽ ആ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ ഒരുപാടുണ്ട്. ഈ കഷ്ടപ്പാടുകളുടെ ഒന്നും ആവശ്യമില്ല, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഒരു നേതാവാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വിമർശനമാണ്. എന്തിനാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നത്, സംഘടനാ പ്രവർത്തനം നടത്തിയാൽ പോരെ എന്നൊരു കാര്യമാണ് അബിൻ വർക്കി പറഞ്ഞു വെക്കുന്നത്. അതായത് കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് വഴക്കുകൾ ഏത് രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ചിത്രം തന്നെ ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം പുറത്തു വന്നതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ KPCC അധ്യക്ഷന്റെ വീട്ടിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ KPCC ഓഫീസിൽ, അദ്ദേഹത്തിന്റെ ഡൽഹിയിലുള്ള മുറിയിലൊക്കെ കൂടോത്രം വെച്ചു എന്നൊരു ആരോപണം നേരത്തെ തന്നെ ശക്തമായിരുന്നു. ആ സമയത്താണ് ഇതിനെ വിമർശിച്ചുകൊണ്ട്, ഈ കൂടോത്രത്തെ വിമർശിച്ചുകൊണ്ട് അബിൻ വർക്കി രംഗത്ത് വരുന്നത്. ആ പ്രസംഗത്തിൽ പറയുന്നത് സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് പുറത്തുവിട്ട അല്ലെങ്കിൽ അതിന് വലിയ പ്രചാരം കൊടുത്ത ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണിത്. ഈ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല, അങ്ങനെ ചെയ്യുന്ന ആളുകളോടാണ് ഇത് പണം ഉണ്ടാക്കാൻ വേണ്ടി കൂടോത്രം ഉപയോഗിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ പാർട്ടിയെ അല്ലെങ്കിൽ പാർട്ടി നേതാവാകാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രസംഗമാണ് അബിൻ വർക്കിയുടെ പ്രസംഗത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. കൂടോത്രം വെക്കാൻ വേണ്ടി എടുക്കുന്ന പണിയുടെ പകുതി ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ നേതാക്കന്മാരാകാം എന്ന ഒരു കാര്യം കൂടി അബിൻ വർക്കി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ നാണക്കേടാക്കിയ ഒരു സംഭവമായിരുന്നു ഈ കൂടോത്ര വിവാദം. അത് രണ്ട് തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒന്ന് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്ക്, അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ കൂടോത്രത്തിന്റെ പ്രസക്തി എന്താണ് എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ കൂടോത്രത്തിനെയൊക്കെ ഈ രീതിയിൽ വലിയ വിഷയമായിട്ട് ഈ വിഷയം പുറത്തു വന്ന സമയത്ത് തന്നെ കെ സുധാകരൻ പറഞ്ഞത് ഇതൊന്നും എനിക്ക് കേസാൻ പോകുന്നില്ല എന്നാണ്. അതായത് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അതിനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അതിന് മറുപടി ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം കൂടി സുധാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രശ്നം വെക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ട് സുധാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെതിരെ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് അതിനൊന്നും, അതായത് പ്രശ്നം വെക്കലിനോ കൂടോത്രത്തിൽ നിന്നും വിശ്വസിക്കാനോ അംഗീകരിക്കാനോ തയ്യാറല്ല എന്നൊരു കാര്യമാണ് അബിൻ വർക്കിയുടെ പ്രസംഗത്തിലൂടെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേതാക്കന്മാരോടുള്ള ഒരു വിമർശനമാണ് ഈ കാലഘട്ടത്തിൽ ഈ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളൊരു വിമർശനം കൂടിയാണ് അബിൻ വർക്കിയുടെ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ലക്ഷ്മി, ശരി ഗോകുല, എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ പ്രതികരണം കാണാം. ഈ പണിയെടുത്താൽ മതി, ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല സാധാരണ ഗതിയിൽ ഒരു പണിയെടുത്ത് മുമ്പോട്ട് പോകാൻ. സത്യത്തിൽ ഈ കൂടോത്രക്കാരൊക്കെ വിചാരിക്കരുത് ഇത് 21ാം നൂറ്റാണ്ടാണെന്നും 2024 ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഇവിടെ പറഞ്ഞു തീർത്ത അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇത് എന്നുള്ളത് കണ്ടെത്തുകയാണ്. ഈ കൂടോത്രമൊക്കെ വരുമാനമാർഗമാക്കിയവരും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയവരും ആയ വ്യക്തികൾ അല്ലെങ്കിൽ ആരാണെങ്കിലും അവർക്ക് ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്.